പ്രണവ് മോഹൻലാലിന്റെ ഡൈ സിറെ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. പല തലങ്ങളിൽ ഈ സിനിമ ഒരു വ്യത്യസ്തമായ അനുഭവങ്ങൾ നൽകുന്നു. ഒരു വലിയ റിസ്ക്കാണ് ഈ സിനിമയ്ക്കായി അണിയറ പ്രവർത്തകരെടുത്തത്. ലാറ്റിൻ പേരും വലിയ പ്രമോഷനുകളും ഒന്നുമില്ലാതെ വന്ന ഈ സിനിമ അതിന്റെ ക്വാളിറ്റി കൊണ്ട് മാത്രമാണ് വിജയിച്ചത്. കുറച്ച് പോരായ്മകളുണ്ട്. ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ ബാക്കിവെച്ചാണ് ഈ സിനിമ അവസാനിക്കുന്നത്. എങ്കിലും ഇതൊരു ബെഞ്ച് മാർക്കാണ്, ആധുനിക ഹൊറർ സിനിമകൾക്കുള്ള ഒരു ബെഞ്ച് മാർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഡൈ സിറെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിമിലർ ടോണിലുള്ള ഒരു ഹോളിവുഡ് ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 2020 പുറത്തിറങ്ങിയ ഒരു സൈക്കോളജിക്കൽ ഹൊറർ ചിത്രമാണ് ദ നൈറ്റ് ഹൗസ്. ബെത്ത് എന്ന സ്കൂൾ അധ്യാപിക ഭർത്താവ് ഓവന്റെ പെട്ടെന്നുള്ള ആത്മഹത്യയെ തുടർന്നുണ്ടാകുന്ന ദുഃഖത്തിൽ കഴിയുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. തടാകത്തിനടുത്ത് മനോഹരമായ ഒരു വീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. ഓവൻ സ്വന്തമായി നിർമ്മിച്ച വീടായിരുന്നു അത്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അർദ്ധരാത്രിയിൽ ബെത്ത് കാൽപെരുമാറ്റം കേൾക്കുന്നു. വാതിലുകൾ തനിയെ തുറക്കുന്നു. ഓവനെപ്പോലെ തോന്നിക്കുന്നൊരു രൂപം ഡോക്കിന്റെ അറ്റപ്പ് നിൽക്കുന്നതും അവൾ കാണുന്നു. ആദ്യം തന്റെ ദുഃഖം കാരണം തോന്നുന്നതായിരിക്കുമെന്ന് അവൾ വിചാരിക്കുന്നു. എന്നാൽ വീടിന് ജീവനുണ്ടെന്ന് തോന്നുന്നു, എന്തോ പറയാൻ ശ്രമിക്കുന്നതുപോലെ. ബെത്ത് അന്വേഷിക്കുമ്പോൾ ഓവന്റെ ബ്ലൂ പ്രിന്റുകൾ കണ്ടെത്തുന്നു. എന്നാൽ അതിലൊരു ട്വിസ്റ്റുണ്ട്. അദ്ദേഹം ഒരു വീടായിരുന്നില്ല പണിയുന്നത്, 2 വീടുകളായിരുന്നു. തടാകത്തിനപ്പുറം അവൾ തന്റെ വീടിന്റെ ഒരു കണ്ണാടി പ്രതിബിംബം കണ്ടെത്തുന്നു. അതേ ലേഔട്ട്, അതേ മുറികൾ, എന്നാൽ വിപരീതം. ഇത് അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. അവളുടെ ജീവിതത്തിന്റെ വികലമായ പ്രതിഫലനത്തിലേക്ക് കടന്നു ചെല്ലുന്നതുപോലെ. ഓവന്റെ കമ്പ്യൂട്ടറിൽ നിന്നും തന്നെപ്പോലെ തോന്നിക്കുന്ന സ്ത്രീകളുടെ ചിത്രങ്ങൾ അവൾ കണ്ടെത്തുന്നു. ആരാണ് ആ സ്ത്രീകൾ? എന്തിനാണ് ഓവൻ അവരുമായി രഹസ്യമായി കണ്ടുമുട്ടിയത്? താമസിയാതെ ബെത്ത് ഭയാനകമായ സത്യം മനസ്സിലാക്കുന്നു. ഓവൻ അവളെ വഞ്ചിക്കുകയായിരുന്നില്ല, അവളെ സംരക്ഷിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ബെത്തിനൊരു മരണാനുഭവമുണ്ടായിരുന്നു. ഒരു വാഹനാപകടത്തിന് ശേഷം കുറച്ചു മിനിറ്റുകൾ അവൾ മരിച്ച അവസ്ഥയിലായിരുന്നു. അതിനുശേഷം ഇരുണ്ട എന്തോ ഒന്ന്, മരണാന്തര ലോകത്തുനിന്ന് വന്ന എന്തോ ഒന്ന് അവളുമായി ബന്ധപ്പെട്ടിരുന്നു. ആ സാന്നിധ്യത്തെ നത്തിങ് എന്ന് വിളിക്കുന്നു. മരണത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു നിഴൽ രൂപം. നത്തിങ് ബെത്തിനെ മരണത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. എന്നാൽ ഓവൻ അവളെ ഒരുപാട് സ്നേഹിച്ചു, അതിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചു. ഓവൻ അവരുടേതിന് സമാനമായൊരു വീട് നിർമ്മിച്ച് ആ രൂപത്തെ ആശയക്കുഴപ്പത്തിലാക്കാൻ. ബെത്തിനെപ്പോലെ തോന്നിക്കുന്ന സ്ത്രീകളെ അദ്ദേഹം കൊന്നു. നത്തിങ് അവളെ ഇതിനകം കൊണ്ടുപോയതെന്ന് വിശ്വസിപ്പിക്കാൻ. ഓവന് ഇത്രമാത്രം ഈ ഭീകൃത്യം ചെയ്തുവെങ്കിൽ അത് ബെത്തിനോടുള്ള അതിയായ സ്നേഹം കാരണമായിരുന്നു. അതിനെ തടയാൻ കഴിയില്ലെന്ന് ഓവൻ മനസ്സിലാക്കിയപ്പോൾ അവൻ സ്വന്തം ജീവനൊടുക്കി, ബെത്തിനെ ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ. അവസാന നിമിഷം നത്തിങ് ബെത്തിന് മുൻപിൽ വെളിപ്പെടുന്നു. ആ ആക്സിഡന്റ് മുതൽ മരണം അവളെ കാത്തിരിക്കുകയാണെന്ന് അതവളോട് പറയുന്നു. ഓവന്റെ കൂടെ ചേരാൻ, എല്ലാം അവസാനിപ്പിക്കാൻ അതവളെ പ്രേരിപ്പിക്കുന്നു. എന്നാൽ ബെത്ത് തിരിച്ചടിക്കുന്നു. അവൾ കീഴടങ്ങാൻ വിസമ്മതിക്കുന്നു. തന്റെ വിധിയിൽ നത്തിങ്ങിന് നിയന്ത്രണമുണ്ടെന്ന് വിശ്വസിക്കാൻ അവൾ വിസമ്മതിക്കുന്നു. ആ നിമിഷം അവൾ ജീവിതത്തെ തിരഞ്ഞെടുക്കുന്നു. ദി നൈറ്റ് ഹൗസ് വെറുമൊരു പ്രേതകഥയല്ല, ഇത് ദുഃഖത്തിന്റെ ഒരു ചിത്രമാണ്. നഷ്ടം എങ്ങനെ യാഥാർത്ഥ്യത്തെ വികൃതമാക്കുകയും നമ്മുടെ മാനസികാരോഗ്യത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുമെന്ന് കാണുന്നു. നത്തിങ് വെറുമൊരു അമാനുഷിക ജീവിയല്ല, അത് വിഷാദമാണ്. ജീവിതത്തിന് അർത്ഥമില്ലെന്ന് പറയുന്ന ഇരുണ്ട മന്ത്രമാണത്. ബെത്തിന്റെ അതിജീവനം ഒരു രാക്ഷസനെതിരെയുള്ള വിജയമല്ല, അത് നിരാശയ്ക്കെതിരെയുള്ള വിജയമാണ്. ചിലപ്പോൾ ഏറ്റവും ഭയപ്പെടുത്തുന്ന പ്രേതബാധയുള്ളത് ഉള്ളിൽ നിന്നായിരിക്കാം. അവയെ നേരിടുക എന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ധൈര്യമായ കാര്യമാണ്. ദി നൈറ്റ് ഹൗസിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നി? നിങ്ങളുടെ അഭിപ്രായം കമന്റുകളിൽ അറിയിക്കുക. ഈ വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂടുതൽ സിനിമകളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള വിശകലനത്തിനായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.